ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഒറോട്ടി ഇത്ര ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്ന് ഒരുപാട് പേര് പരാതി പറയാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഒറോട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി വീഡിയോ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ അതെ, ഞാനിന്ന് ഒറോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ. അതായത് 250 ml കപ്പിന് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലാസ് അളവോ നാഴി അളവോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഈ കപ്പിൻ്റെ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം വെള്ളവും പൊടിയും എടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ 2 കപ്പ് പൊടിക്കകത്തേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതേ നമ്മൾ പൊടിയെടുത്ത അതേ കപ്പ് അളവിൽ തന്നെ ഒരു 3 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് അളവിൽ പൊടി എടുക്കുമ്പോൾ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളല്ലാതെ അടുപ്പിൽ വെച്ചിട്ട് മാവ് കുഴച്ചെടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് വെള്ളത്തിൻ്റെ അളവെടുക്കേണ്ടത്. 2 കപ്പ് മാവിന് 3 കപ്പ് അളവിൽ വെള്ളം എടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പൊടി കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇനി മാവ് ഒരു പൊടി കട്ടയൊന്നുമില്ല നല്ലതുപോലെ ഒന്നൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഫ്രൈ പാനകത്തേക്ക് അങ്ങ് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് സ്ഥിരം ഉണ്ടാക്കുന്നവർക്കൊക്കെ എളുപ്പമായിരിക്കും, എന്നാൽ ഇത് അങ്ങനെ ഉണ്ടാക്കാത്തവർക്കൊക്കെ വല്ലപ്പോഴും ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്നൊക്കെ വെച്ചാൽ നല്ല പാടായിരിക്കും. ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എത്ര പ്രാവശ്യം ഒറോട്ടി ഉണ്ടാക്കിയതൊക്കെ ശരിയാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് മാവ് നമ്മൾ കുഴയ്ക്കുക അയക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പരുവത്തിനനുസരിച്ചാണ് നമുക്ക് ഒറോട്ടി കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണിത് കേട്ടോ. അപ്പോൾ ഇതേ മാവ് നമുക്ക് ഗ്യാസിനകത്തേക്ക് വെച്ചൊന്ന് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തെടുക്കുമ്പോൾ തന്നെ ആ വെള്ളത്തിന് മാവൊന്ന് പറ്റിയിട്ട് നമുക്ക് മാവ് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട, മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ മാവൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാൻ. അപ്പോൾ അതേ നമ്മുടെ മാവ് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 2 മാവ് ഉണ്ടായതിനെ കൊണ്ടാണ് ഈ പാത്രത്തിലെല്ലാം ഇങ്ങനെ ആവുന്നത്. കുറച്ച് അളവിൽ തോനെ മാവുണ്ട് കേട്ടോ. അപ്പോൾ 1 മാവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാവ് ഒന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, എന്നാലും നല്ല സോഫ്റ്റാണ്. ഒരു ഇച്ചിരി ഒന്ന് നമുക്ക് കുഴച്ചെടുക്കണമെങ്കിൽ ഒരു ശകലം കട്ടി വേണം. അതിന് വേണ്ടിയിട്ടൊരു 2 മിനിറ്റ് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടാത്ത പരുവത്തിൽ നല്ല കറക്റ്റായിട്ട് മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി മാവൊന്ന് ആറി കഴിയുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിനകത്തേക്ക് അല്ലെങ്കിൽ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ച് എടുക്കണം കേട്ടോ. ഉരുട്ടാൻ പരുവത്തിൽ നമുക്ക് മാവെല്ലാം വിട്ട് കിടക്കുമല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഈ പരുവാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുട്ടാൻ പറ്റും. അല്ലാതുള്ള മാവ് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴെന്ന് വെച്ചാൽ ഇങ്ങനെ അയച്ചെടുക്കാൻ, ഈ മാവ് കുഴച്ച് അയച്ചെടുക്കാൻ നല്ല സമയം വേണം. നല്ലതുപോലെ മാവ് അയഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറോട്ടി കറക്റ്റ് പരുവത്തിൽ കിട്ടത്തില്ല. അതേസമയം ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നല്ലതുപോലെ വെള്ളത്തിൽ വെന്ത് വരുന്നതിനെ കൊണ്ട് നല്ല സോഫ്റ്റാണ്. നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. റിസ്ക് ഒന്നുമില്ല കുഴച്ചെടുക്കാൻ. അപ്പോൾ ഞാനതെല്ലാം കൈ കുറച്ച് എണ്ണ തൂത്ത് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒറോട്ടി പ്രസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇതുപോലെ ഏതെങ്കിലും ഒരു പൊടി വാങ്ങിക്കുന്ന കവറോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കവറോ ഏതെങ്കിലും എടുക്കുക. ഇതുപോലെ ഒന്ന് 2 സൈഡും കട്ട് ചെയ്ത് കൊടുത്ത ശേഷം അതിനകത്തേക്ക് എണ്ണ തൂത്തിട്ട് നമുക്കിതിൽ വെച്ച് പരത്തിയെടുക്കാം. ഒറോട്ടി പ്രസ് ഉള്ളവർ അതിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് എളുപ്പം. പിന്നെ ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓരോ ഉരുളകളും ഇതിനകത്തേക്ക് എടുത്ത് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കൊരു അടിനേരപ്പുള്ള ഒരു പ്ലേറ്റ് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് അമർത്തി കൊടുക്കാം. അപ്പോൾ ഒറോട്ടി നമുക്ക് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. ചിലരുടെ ഒന്നും വീട്ടിൽ ഇതുപോലെ ഒറോട്ടി പ്രസ് കാണത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ആക്കി എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കുറച്ച് പൊടി ഇട്ട ശേഷം നമ്മൾ പരത്തിയെടുക്കുന്ന ഓരോ റോട്ടി ഇങ്ങനെ 2 സൈഡും പൊടിയിൽ മുക്കി നന്നായിട്ടൊന്ന് പൊടി തട്ടിയിട്ട് എടുത്ത് വെക്കാം.
അപ്പം ഞാൻ മുഴുവൻ ഒറോട്ടി ഇതുപോലെ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടി തട്ടുന്നതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. എന്നിട്ട് നമുക്കിനി ഒറോട്ടി ചൂടാൻ തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തവ വെച്ച് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം. അപ്പോൾ അത് നല്ല സിമ്പിളായിട്ട് ചുട്ടെടുക്കാൻ പറ്റിയ ഒരു ഒറോട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ എത്ര വട്ടം ചെയ്ത് നോക്കിയിട്ട് ശരിയാവുന്നില്ലെന്ന് പറയുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു മെത്തേഡാണ്. കാരണം മാവ് നമുക്ക് ഒരുപാട് നേരം കുഴയ്ക്കുക അയക്കുക ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഒന്നുകൂടെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറോട്ടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ ഒറോട്ടിയും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഒറോട്ടിയുടെ റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ ഇതുവരെ ശരിയാവാത്തവരെല്ലാം ഈ ഒരു മെത്തേഡ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒറോട്ടിയുടെ ഒരു റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്തേക്കാം. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.